വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി ജനം. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി കിതയ്ക്കുകയാണ് മലയാളികൾ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകലതിനും വില കൂടിയെന്നാണ് തെരുവിലിറങ്ങിയാൽ ജനം പറയുന്നത്. ഈ വിലക്കയറ്റത്തിന് എങ്ങനെ പരിഹാരം കാണാം? എന്താണ് വിലക്കയറ്റത്തിന് കാരണം? കേന്ദ്ര നയങ്ങളും കടമെടുക്കൽ പരിധി കുറച്ചതും വിലക്കയറ്റത്തിന്റെ കാഠിന്യം കൂട്ടിയോ? സംസ്ഥാന സർക്കാരിനും ഭക്ഷ്യവകുപ്പിനും ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ഞങ്ങളുടെ വിവിധ ബ്യൂറോകളിലെ റിപ്പോർട്ടർമാർ വിലക്കയറ്റത്തെ പരിശോധിക്കുകയാണ്. ആദ്യം പച്ചക്കറികളുടെ തൊട്ടാൽ പൊള്ളുന്ന വിലക്കയറ്റത്തെക്കുറിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് തെക്കക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. അതിലേക്ക് പരിശോധിച്ചാൽ സംസ്ഥാനത്ത് അടുക്കള ബജറ്റ് തന്നെ താളം തെറ്റിക്കുന്ന ഒരു നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറിയുടെ വില ആ നിലയ്ക്ക് കുതിച്ചുയരുകയാണ്. പല ഇനങ്ങൾക്കും രണ്ടാഴ്ചക്കിടെ ഉണ്ടായത് ഇരട്ടിയിലധികം വിലയുടെ വർധനയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി കണക്കാക്കപ്പെടുന്നത്. ഓണക്കാലം അടുത്തിരിക്കുകയാണ്. ഈ വിലക്കയറ്റം ഇത്തരത്തിൽ ഉണ്ടാവുന്നത് ഈ കാലത്താണ് എന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. തക്കാളി എന്താ വില? തക്കാളി 120 രൂപ വില. 120 രൂപ തക്കാളി. അയ്യോ, തക്കാളിയൊക്കെ അമൂല്യ വസ്തുവായിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. തക്കാളി മാത്രമല്ല, ഇഞ്ചിക്കും പച്ചമുളകിനുമെല്ലാം തീ വില തന്നെയാണ്. അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ വിലയിൽ പൊള്ളി വെന്തു പോവുകയാണ് പച്ചക്കറികൾ. കൂട്ടത്തിൽ താരമൂല്യം കൂടുതൽ തക്കാളിക്ക്. തക്കാളി മാത്രം കച്ചവടം ചെയ്യുന്നവർ നിരവധിയാണിപ്പോൾ മാർക്കറ്റുകളിൽ. അതുമാത്രം മതി, വില ഇപ്പോൾ കിലോയ്ക്ക് 120 രൂപ. കഴിഞ്ഞയാഴ്ച 50-ന് കിട്ടിയ തക്കാളിയുടെ വിലയാണ് റോക്കറ്റ് പോലെ മേലോട്ട് പോയത്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒന്നും കഥ വ്യത്യസ്തമല്ല. ഇരട്ടിയിലധികം തന്നെയാണ് വില വർധന. ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വ്യാപാരികളുടെ പക്ഷം. ഒരു മാസം കൊണ്ട് ഇഞ്ചിയുടെ വില 220 രൂപ ഇഞ്ചിയുടെ വില. തക്കാളി ആണെങ്കിൽ തക്കാളി ഇപ്പോൾ 100 രൂപ 120 രൂപ തക്കാളി വില ഉണ്ട്. പൊടിയുള്ളി 100 രൂപ വില ഉണ്ട്. പിന്നെ മുളകിൻ്റെ വില 100 രൂപ ഉണ്ട്. വരവുകൾ കുറവായതുകൊണ്ടാണ് ഇത്രയും വില കാരണം. പച്ചക്കറി കൈ പൊള്ളിക്കുമെന്നായതോടെ കമ്പോളത്തിലെത്തുന്നവരുടെ എണ്ണവും വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. എത്തിയവരാകട്ടെ കൃത്യമായ കണക്കുകൂട്ടലിലാണ്. സാഹചര്യം അതാണ്. അപ്പോൾ അവിടെ 70 20 അപ്പോൾ 200 അടുക്കളയിലെ കാര്യങ്ങൾ ആകെ അവതാളത്തിലായതിനാലാവണം അല്പം കടന്നു പറഞ്ഞു കളഞ്ഞു പൂജപ്പുരയിലെ ആ വീട്ടമ്മ. ഒരാളുടെ ജോലിയിൽ ജീവിക്കുന്നവരാണ്. പെൻഷൻ അങ്ങനെ ഇല്ല, PF പെൻഷനാണുള്ളത്. അപ്പോഴും നമ്മളെങ്ങനെ ജീവിക്കും? അപ്പോൾ ഇനി കിറ്റൊക്കെ കൊടുക്കുമ്പോൾ ഒരു പാക്കറ്റ് വിഷവും കൂടെ അത് ഇട്ട് തന്നാൽ നമ്മളെ പോലെയുള്ളവർക്ക് അതുകൂടെ അങ്ങ് കഴിക്കാം, അല്ലാതെ ഒരു രക്ഷയില്ല. എന്നാൽ പച്ചക്കറിക്ക് ആകെ വില കൂടിയെന്ന പ്രചാരണം തെറ്റാണെന്നാണ് നിരത്തിലിരുന്ന് പച്ചക്കറി വിൽക്കുന്ന ചന്ദ്രിക ചേച്ചിയുടെ വാദം. പച്ചക്കറി ചന്തയിൽ ആളുവരാതായതോടെ സാധാരണ കച്ചവടക്കാരുടെ കഞ്ഞികുടി മുട്ടുന്നുവെന്നാണ് പരാതി. നമ്മളൊരു കിലോയിൽ 3 രൂപ 4 രൂപ ലാഭം എടുക്കുന്നുള്ളൂ. അവർ പക്ഷെ ചെറിയ വിലയിട്ടാണ് വലിയ മീനുകൾ പിടിക്കുന്നത്. നമ്മളതൊന്നുമില്ല. ഞാനിത് 17 വർഷം കൊണ്ട് ഇവിടുന്ന് വിളിക്കുന്നതാണ്. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. 25 കിലോ തക്കാളിക്ക് 2800 രൂപ നിരക്കിലാണ് ഇപ്പോൾ കമ്പോളത്തിലെത്തുന്നത്. മൈസൂരിൽ നിന്ന് 1800 രൂപയ്ക്ക് ലഭിച്ചാലും കമ്പോളത്തിലെത്തുമ്പോൾ 2800 ആകും. കൊള്ള ലാഭം കൊയ്യുന്നത് മുതലാളിമാരും ഇടനിലക്കാരും. കർഷകർക്കോ ചില്ലറ വിൽപ്പനക്കാർക്കോ യാതൊരു നേട്ടവുമില്ല. കഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും എപ്പോൾ വില കുറയുമെന്നാണ് സാധാരണക്കാരന് അറിയേണ്ടത്. താളം തെറ്റിയ കുടുംബ ബജറ്റ് നേരെ നിർത്താനുള്ള തത്രപ്പാടിലാണവർ. വില ചോദിച്ചും പറഞ്ഞും കണക്ക് കൂട്ടിയും കിഴിച്ചും മാത്രമേ ഇന്ന് പച്ചക്കറി വാങ്ങാൻ നിവൃത്തിയുള്ളൂ. എന്നാൽ എല്ലാ പച്ചക്കറി ഇനങ്ങൾക്കും വില കൂടിയിട്ടില്ലെന്നും അത്തരം പ്രചരണങ്ങൾ തങ്ങൾക്ക് വയറ്റത്തടിയാവുകയാണെന്നുമാണ് സാധാരണ പച്ചക്കറി കച്ചവടക്കാരുടെ മറുവാദം.
തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്നും ക്യാമറ പേഴ്സൺ രഞ്ജിത്ത് മോഹനൊപ്പം കമലേഷ് തെക്കേക്കാട്, കേരള വിഷൻ ന്യൂസ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തക്കാളിക്കൊക്കെ ആ തക്കാളി ഒരു അമൂല്യ വസ്തുവായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് തന്നെ ആ ചേട്ടൻ ആ ഒരു തക്കാളി തിരിച്ചിവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെയൊക്കെ വില എത്രമാത്രമാണ്. അത് പൊള്ളുന്ന വിലയാണ്, പൊന്നിൻ്റെ വിലയാണ് എന്നുള്ളതൊക്കെ. ഈ പച്ചക്കറിയുടെ വിലക്കയറ്റം കണ്ട് പേടിച്ച് അല്പം ഇറച്ചിയോ മീനോ കഴിച്ചെന്നാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് അതുമായി ബന്ധപ്പെട്ട സ്റ്റാളുകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ബീഫ് സ്റ്റാളിലേക്കോ അല്ലെങ്കിൽ മത്സ്യച്ചന്തയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പട പേടിച്ച് പന്തളത്ത് എന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെയാകും. ഇതായിപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് നോക്കാം. കൊച്ചിയിൽ നിന്നും അശ്വതിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇറച്ചിക്കും മത്സ്യത്തിനും വില കുതിച്ചു വരികയാണ്. 175 രൂപയ്ക്ക് മുകളിലേക്ക് ചിക്കൻ്റെ വില ഉയർന്നും താഴ്ന്നുമൊക്കെ നിൽക്കുകയാണ്. അത് 175 രൂപയാണ് നിലവിലുള്ളത്. ഒരല്പം വില കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ ഒരു സാധാരണ നിലയിലേക്കൊന്നും എത്തിയിട്ടില്ല. 100 രൂപയ്ക്ക് ചിക്കൻ ലഭ്യമാക്കും എന്ന നിലയ്ക്കുള്ള വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതും മത്സ്യത്തിൻ്റെ വിലക്കയറ്റത്തേക്കാൾ കൂടുതലാണ് ഇപ്പോൾ. ആ ഒരു നിലവിലുള്ള വിലയേക്കാൾ കൂടുതലാണ് ഇപ്പോൾ മത്സ്യത്തിൻ്റെ വിലയും ഉള്ളത്. ഈ ട്രോളിംഗ് നിരോധനം ഉള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മീനുകൾക്ക് വലിയ വിപണിയുള്ള ഒരിടമാണ് കൊച്ചി. ഇവിടുത്തെ മീനിൻ്റെ വില എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. നമുക്കിവിടുത്തെ കടക്കാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ വില എന്ന് പറഞ്ഞാൽ ചാളക്ക് ഇപ്പോൾ 200 കിലോ ഉണ്ട്. ചൂര 160, കൊഴുവ 160, കൂന്തൽ 240, പല്ലിമീൻ 240. വില കൂടുതലാണ്. വില ഭയങ്കര കൂടുതലാണ്. ഈ ലേലം വിളിച്ചെടുക്കണല്ലേ, അതാണ് ഭയങ്കര കൂടുതലാണ്. നേരത്തേക്കാളും എത്ര വില കൂടുതലുണ്ടാവും? കൂടി വന്ന 10-100 രൂപ ഉദ്ദേശം കൂടുതലുണ്ടാവും, വ്യത്യാസമുണ്ട്. എന്നാലും ഇവിടെ വലിയതൊന്നുമില്ല. ഇവിടെ 250 രൂപ കൊടുക്കണ ചാള എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ 300-350 രൂപ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 170, 200, 250 ആ റേറ്റിലേക്കാണ് ചാള വിറ്റുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എറണാകുളത്തൊക്കെ വിറ്റിരുന്നത് 260, 300, 350 രൂപ റേറ്റിലേക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ചിലവുണ്ട്. ഇവിടെ നിന്ന് പോയി വണ്ടിക്കാശും ഐസിൻ്റെ കാശും പണിക്കാരുടെ കാശൊക്കെ ചിലവുണ്ട്. ഞങ്ങളെപ്പോലുള്ള സാധാരണ കച്ചവടക്കാർ അന്നെടുത്ത് അന്നു വിറ്റ് തീർക്കണ മീനാണ്. വിലയൊക്കെ ഇപ്പോൾ കൂടുതലാണ്. നമ്മൾ മീൻ എടുക്കണ വിലക്കാണ്, വിൽക്കണത് തോന്നിയ വിലക്കാണ്. കുറച്ചുകൂടെ ടൗൺ ഏരിയയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിലും ഹെവി വിലയാണ്. ഇവിടെ വിൽക്കണ വിലക്കൊന്നല്ല, അവിടെ അതിനും കൂടുതൽ വിലയാണ്. ഇവിടെ ചാള 100 രൂപ നേരെ അടക്കണ വ്യത്യാസമുണ്ട്. ഇവിടെ നിന്നല്ല, പൊതുവെ മീൻ വില കൂടുതല. വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്ന. അതെ, പള്ളത്തിയൊക്കെ 200 രൂപ. അരി മേടിക്കാൻ കാശ് തട്ടിയും മുട്ടി മൊത്താണ്. കാരണം വില കൂടുതലല്ലേ മോളെ. 8000 രൂപയാണ് 30 കിലോ ചാളക്ക് അവർ ഞങ്ങൾക്ക് തന്നത്. 8000 രൂപ. അങ്ങനെയൊക്കെയാണ് വില കൂടിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശം, വളരെ മോശം. ഇതിനാണെങ്കിൽ ഭയങ്കര വില. ചിക്കന് ഇപ്പോൾ ഈ സമയത്ത് ഒരു 120 രൂപയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കച്ചവടം കിട്ടും. ഇപ്പോൾ അത് കാരണം കച്ചവടം ഭയങ്കര മോശം. ഈ ഒരാഴ്ചത്തെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലാണോ മുന്നത്തേക്കാൾ? 175 രൂപ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഒറ്റടിക്ക് ഒരു 3-4 മാസം നിന്ന് 3 മാസത്തോളം നിന്നില്ല 175 രൂപ അല്ല. 138 രൂപ, 138 രൂപ. ഞാൻ സ്ഥിരം മേടിക്കും. കൂടുതലാണ് വില. ബീഫിന് കുറവാണ്. ചിക്കൻ്റെ വിലയാണ്. ചിക്കൻ്റെ വില കൂടുതൽ ഇപ്പോൾ. പച്ചക്കറിക്കും പലവ്യഞ്ജനത്തിനും എന്നതുപോലെ തന്നെ ഇറച്ചിക്കും മീനിനും ഒക്കെ വില ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ സനോജ് പയ്യന്നൂരിനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്. രാജ്യത്താകെ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റത്തെ
രാജ്യത്താകെ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പച്ചക്കറി വില വർധനവ് എന്നാണ് കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും ഹോർട്ടികോർപ്പിന്റെ തിരുവനന്തപുരത്തെ ജില്ലാ ചെയർമാനുമായിട്ടുള്ള GK മണിവർണ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് തിരക്കിയപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള നമ്മുടെ ബ്യൂറോയിൽ നിന്നും കമലേഷാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തന്നെ കേരളത്തെ ഇത് ദോഷകരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. വില വർധനവ് പിടിച്ചു നിർത്തുന്നതിനായിട്ട് സർക്കാർ സജീവമായിട്ടുള്ള വിപണി ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരാഴ്ചക്കകം വില കുറയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് തെക്കക്കാട് തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് സമീപകാലത്തില്ലാത്ത വിധം പച്ചക്കറിക്കുൾപ്പെടെ വലിയ തോതിൽ വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റ് അടക്കം താളം തെറ്റുന്ന നിലയുണ്ട്. ഇപ്പോൾ ഈ വിഷയങ്ങളിൽ പ്രതികരണവുമായി കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും ഹോർട്ടികോർപ്പ് ജില്ലാ മാനേജറുമായിട്ടുള്ള GK മണിവർണ്ണൻ സർ നമ്മളോടൊപ്പമുണ്ട്. സർ, ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു വിലവർധന സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ഇത്തരം ഒരു വിലക്കയറ്റം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ കേരളം പോലുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്ത് ഇതിൻ്റെ ആഘാതം കുറച്ചുകൂടെ വലുതായിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം അന്യ സംസ്ഥാനത്ത് നിന്നുമുള്ള പഴം പച്ചക്കറികളുടെ സപ്ലൈ നമ്മുടെ ഭാഗത്തേക്ക് വരുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ്. അതേപോലെ അതാത് സംസ്ഥാനം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുള്ള പ്രകൃതിക്ഷോഭം കൊണ്ട് ഈ പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി വിളകളിൽ വന്നിട്ടുള്ള കുറവ് ഇതിൻ്റെ ഈ ഒരു വലിയൊരു വിലക്കയറ്റത്തിന് കാരണമാവുന്നുണ്ട്. ഇതിലിപ്പോൾ നേരത്തെ തന്നെ സർക്കാരിന് മുന്നിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആകെ ഉപഭോക്തൃ സംസ്ഥാനമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കാർഷിക രംഗത്ത് ഈ അരി പച്ചക്കറി ഉൾപ്പെടെയുള്ള കാർഷിക രംഗത്ത് ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരിക? അല്ല, അങ്ങനെ ഒരിക്കലും കരുതരുന്നതാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും അരി ഉൽപ്പാദനത്തിൽ, നെല്ലുൽപ്പാദനത്തിൽ വരും വർഷങ്ങൾ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പരിശോധിക്കാൻ ക്രമാനുഗതമായിട്ടുള്ള വലിയൊരു വർധനവ് നെല്ലുൽപ്പാദന മേഖലയിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ജനസംഖ്യയും ഫീഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അരി ഉൽപ്പാദനം എന്നുള്ള ലക്ഷ്യത്തിൽ നമുക്ക് നടന്നെടുക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് നെല്ലുൽപ്പാദന മേഖലകളിലാണ് കൂടുതൽ നെല്ലുൽപ്പാദനം നടക്കുന്നതെന്നുള്ള. അരിയുടെ കാര്യം മാറ്റിവെച്ച് കഴിഞ്ഞാൽ പഴം പച്ചക്കറി മേഖല, പ്രത്യേകിച്ചും പച്ചക്കറി മേഖലയിൽ വലിയൊരു വർധനവ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഈ ഒരു വിലക്കയറ്റത്തിന് കാരണം ഈ ഉൽപ്പാദനക്കുറവല്ല, പ്രധാനമായിട്ടും നമ്മുടെ സീസണുമായി ബന്ധപ്പെട്ടാണ്. ഇതിലിപ്പോൾ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായി ഹോർട്ടികോർപ്പിൻ്റെ ഔട്ട്ലെറ്റുകൾ വഴിയും സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ആ നിലയിൽ വലിയ വില വ്യത്യാസം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും നമ്മുടെ പൊതുവിപണി പരിശോധിക്കുമ്പോൾ ഹോർട്ടികോർപ്പിന് 19 സ്വന്തമായിട്ടുള്ള ഓൺ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ 19 ഔട്ട്ലെറ്റാണ്. നമുക്കൊരു ഫ്രാഞ്ചൈസികളായിട്ട് ഒരു 80ഓളം ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളുണ്ട്. ഇപ്പോൾ ഒരു ശരാശരി 100-നടുത്ത ഔട്ട്ലെറ്റുകൾ വഴി വളരെ കൃത്യമായിട്ട് ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പൊതുവിപണിയുടെ വില പരിശോധിക്കുമ്പോൾ 5 രൂപ മുതൽ ഏകദേശം 50 രൂപ വരെയുള്ള അല്ലെങ്കിൽ ഒരു 45 രൂപ വരെ ശരാശരി വലിയൊരു രീതിയിൽ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു എഫേർട്ട് ഹോർട്ടികോർപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതിലിപ്പോൾ ഏറ്റവും സാധാരണക്കാരായ ആളുകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാരും ഒക്കെ ചോദിക്കുന്നത്, അവർക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്, എപ്പോഴാണ് ഈ വില കുറയുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഓണക്കാലമടക്കം അടുത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ദേശീയ തലത്തിൽ വ്യാപിച്ചിട്ടുള്ള ഒരു പ്രതിഭാസമാണ് വിലക്കയറ്റം എന്നുള്ളത്. സപ്ലൈ കുറയുന്നതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും നമുക്കൊരു 2-3 ആഴ്ചയായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ വരികയാണ്. പ്രകൃതിക്ഷോഭമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പക്ഷേ അത്തരം ഉൽപ്പാദനക്ഷമമായ ഒരുപാട് കൂടുതൽ ഉൽപ്പാദനമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറി എടുക്കുകയും നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തദ്ദേശീയമായ പച്ചക്കറികൾ വഴി നമുക്കിത് ഒരു പരിധിവരെ നമുക്കിതിനെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാം. വരുന്ന ആഴ്ചകൾ ഈ വില കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഓണക്കാലമടക്കം അടുക്കുന്ന ഈ സാഹചര്യത്തിൽ എപ്പോഴത്തേക്ക് ഈ ഉയർന്നു നിൽക്കുന്ന വിലവർധന അവസാനിക്കും, പച്ചക്കറി അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ വില എന്ന് കുറയും എന്ന സാധാരണക്കാരൻ്റെ ചോദ്യമാണ്. വളരെ വേഗം അടുത്ത ആഴ്ചകളിലോടുകൂടി തന്നെ ഈ വിലവർധന ഇല്ലാതെയാകും. സാധാരണക്കാരന് നേരത്തെ വാങ്ങിയിരുന്നത് പോലെ കുറഞ്ഞ ചെലവിൽ പച്ചക്കറികൾ വാങ്ങാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഹോർട്ടികോർപ്പ് അടക്കം കൃത്യമായി വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ രഞ്ജിത്ത് മോഹനൊപ്പം തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട്, കേരള വിഷൻ ന്യൂസ്.